ഇന്ത്യ മുന്നണിയിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സഖ്യത്തിൽ കലഹം രൂക്ഷമായി. മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് ലാലു പ്രസാദ് യാദവും ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെ എതിർപ്പ് കാര്യമല്ലെന്നും ആർജെഡി അധ്യക്ഷൻ വ്യക്തമാക്കി. ഹരിയാനയിലും മഹാരാഷ്ട്രയിലുമടക്കം ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിക്ക് വഴിവെച്ചത് കോൺഗ്രസിന്റെ പിടിപ്പുകേടെന്നാണ് കോൺഗ്രസ് ഇതര കക്ഷികളുടെ നിലപാട്. നേതൃമാറ്റം വേണമെന്ന് മറ്റു പാർട്ടികളും ആവശ്യമുയർത്തിയതിന് പിന്നാലെ ആർജെഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവും പരസ്യമായി നേതൃമാറ്റം ആവശ്യപ്പെട്ടു. മമതാ ബാനർജി നേതൃസ്ഥാനത്തേക്ക് വരുന്നതിൽ തെറ്റില്ലെന്നും കോൺഗ്രസിന്റെ എതിർപ്പ് കാര്യമല്ലെന്നും ലാലു പ്രസാദ് യാദവ് വ്യക്തമാക്കി. मुख्यमंत्री नीतीश कुमार यात्रा पे जा रहे लालू जी। न तो ममता जी को दे दिया जाए। 25 में बोल रहे सरकार फिर से बना रहे लालू जी। हाँ बनाएंगे। सर नीतीश कुमार दावा कर रहे कि 225 सीट जीतेंगे एनडीए। अरे पहले आप सेटे ना NCP ശരത് പവാറും ശിവസേന ഉദ്ധവ് വിഭാഗവും സമാജ്വാദി പാർട്ടിയും മമത നേതൃതലത്തിലേക്ക് വരുന്നതിനെ അനുകൂലിക്കുന്നു. പാർലമെന്റിലടക്കം പ്രതിപക്ഷമുയർത്തുന്ന വിഷയങ്ങളിൽ അനൈക്യം പ്രകടമാണ്. പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് ഇതര എംപിമാർ സഹകരിക്കുന്നില്ല. പാർലമെന്റ് നടപടികൾ കോൺഗ്രസ് നിരന്തരം തടസ്സപ്പെടുത്തുന്നതിൽ ഇടത് പാർട്ടികളടക്കം എതിർപ്പ് പരസ്യമാക്കിയിരുന്നു. BJPയെയും നരേന്ദ്രമോദിയെ നേരിടാൻ കോൺഗ്രസ് നേതൃത്വം നൽകി രൂപീകരിച്ച ഇന്ത്യ സഖ്യം പൂർണ്ണമായും തകർച്ചയിലേക്ക് എന്നതിന്റെ സൂചനകളാണ് പ്രധാന നേതാക്കളുടെ വാക്കുകളിൽ വ്യക്തമാകുന്നത്. ജനം, ഡൽഹി.